പഴയ ബോട്ട് മെയിലിന്റെ ഓർമ്മകൾ ഉണർത്തി ചൂളം വിളിച്ച് പാമ്പനിലൂടെ വീണ്ടും ഒരു തീവണ്ടി രാമേശ്വരത്തേക്ക് എത്തി. ഏറെക്കാലമായി ദ്വീപ് ജനത കാത്തിരുന്ന നിമിഷം. ടൂറിസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒരുപോലെ മുതൽക്കൂട്ടാകുന്ന പാമ്പനിലെ പുതിയ റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. ലംബമായി ഉയർത്താവുന്ന ഇലക്ട്രോ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമുള്ളതാണ് പുതിയ പാലം. ട്രെയിൻ കടന്നുപോയതിനു പിന്നാലെ തീരസംരക്ഷണ സേനയുടെ കപ്പലും ഉയർത്തിയ പാലത്തിന് കീഴിലൂടെ പോയി. .8 കിലോമീറ്റർ നീളത്തിൽ 99 തൂണുകളിലായാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം തീർത്തിരിക്കുന്നത്. കടലിലെ കാലാവസ്ഥയെ അതിജീവിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം. ശ്രീരാമനവമി ദിവസമാണ് രാമേശ്വരത്തേക്കുള്ള പാലത്തിന്റെ ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമായി. 8300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. DMKയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. कुछ लोगों को बिना कारण रोते रहने की आदत है, वो रोते रहते हैं. ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ 3 ഭാഷയും പ്രസംഗത്തിൽ മോദി ഉൾപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമായി. അതിനിടെ DMK നേതാക്കൾക്ക് പരിഹാസവും. तमिलनाडु के कुछ नेताओं की चिट्ठियां जब मेरे पास आती है, कभी भी कोई नेता तमिल भाषी में सिग्नेचर नहीं करता है. अरे तमिल का गौरव हो, मैं सबसे कहूंगा कम से कम तमिल भाषा में अपनी सिग्नेचर तो करो. രാമേശ്വരത്തെ ശ്രീരാമനാഥസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി. കെ. ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.